ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ അമ്പലത്തിൽ നവംബർ മാസത്തിലാണ് കേട്ടോ ഉത്സവം. ഉത്സവത്തിന് പ്രസാദോട്ടിന് വിളമ്പുന്ന പുളിങ്കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഇതിൽ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ രീതിയല്ല, തിരുമേനി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാട്ടോ. ആ സ്വാദ് ഞാൻ ഉണ്ടാക്കുമ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ തിരുമേനി ഉണ്ടാക്കുന്ന ആ രീതിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് മത്തങ്ങി കുറച്ച് കുമ്പളങ്ങി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം കഷ്ണം വേണോ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ. എടുക്കുമ്പോൾ മത്തങ്ങ കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അതുപോലെ കഷ്ണങ്ങൾ നുറുക്കുമ്പോഴും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയാൽ മതി. കഷ്ണങ്ങൾ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ വീഡിയോനായാണ് കേട്ടോ കുക്കറിൽ വേവിക്കണത്. അമ്പലത്തിലാകുമ്പോൾ ഉരുളിയിലാണ് വേവിക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അടച്ചു വെച്ച് ഒറ്റ വിസിൽ വിട്ടെടുത്താൽ മതി. കുക്കർ വിസിലടിക്കുമ്പോഴേക്ക് നമുക്ക് 2-3 സാധനം വറുത്തെടുക്കാം. 1 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പച്ചരി, കുറച്ച് വേപ്പില, 4 ചുവന്ന മുളക് എരിവിനനുസരിച്ച് എടുത്തോളൂട്ടാ. ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം. അരിയും മല്ലിയും ഉലുവ വറുത്തതിൻ്റെ ശേഷം മുളകും വേപ്പിലയും വറുത്തെടുക്കാം. അരിയും മല്ലിയും നമുക്ക് ഇതിന്ന് മാറ്റിയിട്ട് മുളകും വേപ്പിലയും വറുത്തെടുക്കാം. എല്ലാം വറുത്തെടുത്തത് തണുത്തതിൻ്റെ ശേഷം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. മത്തങ്ങയും കുമ്പളങ്ങയും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ മതി. വേവിച്ച കഷ്ണങ്ങൾ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്, ഇതും മാറ്റി വെക്കാം. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് കുതിർത്തി വെച്ചേക്കണതാണ്. ഇതൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കും. 1/4 കപ്പ് വെള്ളം പുളിയിലേക്ക് ചേർക്കുന്നുണ്ട്. വേവിച്ചെടുത്ത കഷ്ണങ്ങൾ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിഴിഞ്ഞെടുത്ത പുളി ഇതിലേക്ക് ചേർക്കാം. പുളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളക്കട്ടെ. കൂട്ടാൻ തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം ഈ പൊടിയിലേക്ക് ചേർത്ത് പൊടി ഒന്ന് കലക്കിയെടുക്കാം. പുളി ചേർത്ത് നല്ലോണം കൂട്ടാൻ തിളയ്ക്കാൻ തുടങ്ങി. നമ്മൾ കലക്കി വെച്ചേക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടാനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് നല്ലോണം വെട്ടി തിളക്കട്ടെ. കൂട്ടാൻ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. 5 മിനിറ്റ് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം 5 മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ ഇത്രയ്ക്ക് കൊഴുപ്പാവൂട്ട. അരി പൊടിച്ച് ചേർത്ത കാരണം ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പ് ചേർത്തിട്ട് ഒരുപാട് സമയം ഒന്നും തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. നാളികേരം അരച്ചത് ചേർത്തിട്ട് നല്ലോണം തിളച്ചു കൂട്ടാം. ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കൂട്ടാൻ വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 3 ചുവന്ന മുളകും കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് കൂട്ടാനിലേക്ക് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മത്തങ്ങ ചേർത്ത കാരണമാണ് കേട്ടോ ഞാൻ പുളിങ്കറിയിൽ ശർക്കര ചേർക്കാത്ത. നിങ്ങൾ മത്തങ്ങ ഒഴിവാക്കിയിട്ട് വേറെ കഷ്ണങ്ങളാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ വറുത്തുന്നതിന് മുമ്പ് കുറച്ച് ശർക്കര ചേർത്തോളൂ. നല്ല സ്വാദുള്ള ഒരു പുളിങ്കറിയാണ്. ഇനി പുളിങ്കറി റെഡിയാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.